അങ്ങനെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ പഴയ ആ ഒരു യൂണിയൻ്റെ ആ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ എല്ലാ കൊച്ചുങ്ങളടുത്തും ഇങ്ങനെ ലൈനായിട്ട് നിൽക്കാൻ പറയും. അങ്ങനെ എല്ലാ കൊച്ചുങ്ങളാണെങ്കിൽ എന്തൊക്കെയോ ഒരു യുദ്ധത്തിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണായിരിക്കും കേട്ടോ. അതൊക്കെ എന്തോ പഠിക്കാനൊക്കെ ഉണ്ടാകും. അവരെങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അതങ്ങനെ തുടർന്ന് പോകും. അങ്ങനെ യൂറയും അതുപോലെ തന്നെ ആ ഒരു തേക്കുമൊക്കെ ആണെങ്കിൽ ആൾ വലുതാകുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ അവരാണെങ്കിൽ ഓരോ പ്രാക്ടീസൊക്കെ ചെയ്ത് ഓരോന്നും പരിശീലിച്ച് അങ്ങനെ വളർന്ന് കഴിയുമ്പോഴായിരിക്കും അവരുടെ യൂണിയനിലേക്ക് ആ ഒരു മെസ്സേജ് വരുന്നത്, ആ ഒരു യൂണിയൻ പിരിച്ചുവിടാനുള്ള ഒരു സംഭവം. അങ്ങനെയാണ് അവരെല്ലാവരും കൊന്നൊടുക്കിയത്. അങ്ങനെ നമ്മുടെ യൂറയും അതുപോലെ തന്നെ തേഗവും മാത്രം അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവിടെ നിന്ന് വിഭജിച്ച് പോയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ യൂറയാണെങ്കിൽ തായ്ലാൻഡിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ ആ ഒരു യൂണിയൻ്റെ പ്രാക്ടീസൊക്കെ നടന്നത് തായ്ലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ തായ്ലാൻഡിൽ കൂടെ ആ ഒരു ബാഗും വലിച്ചുകൊണ്ട് നടക്കുമ്പോൾ പലർക്കും പല സംശയം തോന്നുന്നുണ്ടെങ്കിലും ഇവളുടെ അടുത്തോട്ട് ആരും വരുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവളെല്ലാവരും ഭയങ്കര അതിശയത്തോടെയൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇവളാണെങ്കിൽ നടന്ന് ഒരു ഡോറ് തുറന്ന് ഒരു വീട്ടിലേക്ക് കയറിയിട്ട് അവിടെ എന്തൊക്കെ കഴിക്കാനുള്ളതെന്ന് ആർത്തിയോടെ നോക്കിയിട്ട് പുള്ളിക്കാരി ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ അവൾ ആ വീടിൻ്റെ അലമാരി തന്നെ ഒളിച്ച് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ആ വീട്ടിലെ അച്ഛനും അമ്മയും അങ്ങടേക്ക് വരുമ്പോൾ അവിടെയാണെങ്കിൽ ഒരു കുഞ്ഞി കാൽപ്പാട് കണ്ടിട്ട് ഇവരാണെങ്കിൽ ആ ഒരു കാൽപ്പാട് ഇങ്ങനെ ഫോളോ ചെയ്ത് നോക്കുമ്പോൾ എന്താ അത് ഈ യൂറയുടെ ആയിരിക്കും. അപ്പോൾ യൂറേനെ വിളിക്കുമ്പോൾ യൂറയാണെങ്കിൽ ഞെട്ടി എണീച്ചിട്ട് അവരുടെ നേരെ ഗണ്ണിങ്ങനെ പോയിന്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ആ ഒരു തായ് ഭാഷയിൽ ഇങ്ങനെ പറയുന്നുണ്ടാകും, മോളെ പേടിക്കേണ്ട, ഞങ്ങളൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവക്കതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവൾ ആ ഒരു ഇതിൽ തന്നെ പേടി തന്നെ നിന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഇവളാണെങ്കിൽ ഇങ്ങനെ മയങ്ങി വീഴുന്നുണ്ടാകും. എന്നിട്ട് ഇവളാണെങ്കിൽ ആ ഒരു മയക്കത്തിൽ എണീക്കുമ്പോൾ ആ ഒരു വീട്ടിലെ അമ്മയും അച്ഛനൊക്കെ ആണെങ്കിൽ അവൾക്ക് ഫുഡ് കൊടുക്കും. ഫുഡ് കൊടുത്തിട്ട് അതിലിങ്ങനെ തായ്ലാൻഡിൽ എഴുതിയിട്ടുണ്ടാകും പതിയെ കഴിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ആ ഒരു ചോറൊക്കെ ആർത്തിയോടെ കഴിക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതേപോലെ ആ ഒരു അമ്മയാണെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ ഇവളാണെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കാണ്ട് തന്നെ ഇരിക്കുമ്പോൾ ആ ഒരു അമ്മ പറയും നീ വെജിറ്റബിൾസ് കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവളാണെങ്കിൽ ഇതെന്ത് ഭാഷ എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഷ ഏതാന്നൊക്കെ നോക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ഇവളാണെങ്കിൽ ആ ഒരു ഭാഷ ചെറുതായിട്ടൊക്കെ പഠിച്ച് അതിനകത്താണെങ്കിൽ ഒരു നോട്ട് എഴുതുന്നുണ്ടാകും. ഒരുപാട് നന്ദി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തേക്ക് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഇവളങ്ങടേക്ക് വരുമ്പോൾ ഇവരാണെങ്കിൽ അങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഒരു ഫാമിലി പോലെ നിൽക്കുന്നുണ്ടാകും. ആ ഒരു അച്ഛനും അമ്മയ്ക്കും വേറെ മക്കളൊന്നുമില്ല. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കാണിക്കുന്നതാണെങ്കിൽ യൂറ അങ്ങനെ വലിയ പെങ്കൊച്ചാകും. അവളാണെങ്കിൽ അവിടുന്ന് ആ ഒരു പച്ചക്കറിയൊക്കെ മേടിച്ച് അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം വരുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ കാണിക്കുന്നതാണെങ്കിൽ അവർ 3 പേരും നല്ല സന്തോഷത്തോടെ ഒരുമിച്ച് കിടക്കണായിരിക്കും. അപ്പോൾ അച്ഛനിങ്ങനെ പറയുന്നുണ്ടാകും നീ എപ്പോഴാണ് ഞങ്ങളുടെ അടുത്തുനിന്ന് പോണത്, ഞാൻ എൻ്റെ കെട്ടിലോട്ട് ഒരുമിച്ച് കിടന്നേക്കണ ആ ഒരു ദിവസമൊക്കെ മറന്നുപോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവൾ പറയും ഞാനൊരിക്കലും ഇവിടുന്ന് പോവില്ല, എന്തായാലും നമ്മൾ 3 പേരും ഒരുമിച്ച് തന്നെ കിടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ നല്ല രീതിക്ക് സന്തോഷമൊക്കെ നിൽക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അവളാണെങ്കിൽ എക്സാം എഴുതാൻ പോണായിരിക്കും. അപ്പോൾ ആ ഒരു ധൃതിക്ക് ഇറങ്ങുമ്പോൾ എന്താ സോക്സ് രണ്ടുപേരും അത് മാറിപ്പോയിട്ടുണ്ടാകും. അപ്പം അച്ഛനിങ്ങനെ പറയും എടി നിൻ്റെ സോക്സ് മാറിപ്പോയിട്ടുണ്ടല്ലോ നീ അത് കഴിക്കുന്നൊക്കെ പറഞ്ഞ് അവളത് കഴിക്കാൻ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ അമ്മ ഇങ്ങനെ പറയും എടി അന്നൊരു ദിവസം മാർക്കറ്റിൽ ഒരു ചെറുക്കൻ നിന്നെപ്പറ്റി അന്വേഷിച്ചിരുന്നു, നീ ഞങ്ങളുടെ മകളാണോ, നീ വന്നിട്ട് എത്ര നാളായി, നിൻ്റെ പേരെന്താന്നൊക്കെ പറഞ്ഞിരുന്നു, അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു, ഞാനതൊക്കെ കേട്ടപ്പോൾ ഒന്ന് പേടിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ ഇവക്കൊരു സംശയം തോന്നും കേട്ടോ. അപ്പം തന്നെ അച്ഛനിങ്ങനെ പറയും മോളൊരിക്കലും പേടിക്കണ്ട, പൂവാലന്മാരെങ്ങാനും വരുവാണെങ്കിൽ അച്ഛൻ നോക്കിക്കോളാം അവരുടെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ അവൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലൊരു പേടി ഉണ്ടാകും കേട്ടോ. എന്നിട്ട് അവൾ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആ ഒരു വീട് നോക്കി നിൽക്കുന്നുണ്ടാകും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു പേടി ഉണ്ടാകും ആ ഒരു തേഗു എങ്ങാനും തിരിച്ചു വരുമോയെന്ന് ഓർത്തിട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവളങ്ങനെ വീട്ടിലേക്ക് ഓടി വന്ന് നോക്കുമ്പോൾ എന്താ ആ ഒരു വീട്ടിൽ നിന്ന് 2 പേരുടെ ശവം ഇങ്ങനെ കൊണ്ടുവരുന്ന കാണും കേട്ടോ. അതിൽ രക്തക്കറി ഉണ്ടാകും. ഇവളിത് കാണുമ്പോൾ വല്ലാതെ അങ്ങ് ഷോക്കായി പോകുന്നുണ്ടാകും. അങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ തേഗു ആണെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടിട്ട് ഇവളാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് ഓടി പോകുന്നുണ്ടാകും കേട്ടോ. അപ്പം നമ്മുടെ യൂറയാണെങ്കിൽ ഇതൊക്കെ ആലോചിച്ച് ആകെ സങ്കടപ്പെട്ടിട്ട് അവളുടെ ആ ഒരു ഫാമിലി ഫോട്ടോ നോക്കി നിൽക്കും കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ലൊരു വിഷമമുണ്ട്, ആ ഒരു ഫാമിലി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു സങ്കടം അവൾക്ക് ഉണ്ട് കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാനെയാണ്. ദോഹാൻ അങ്ങനെ ചെറിയനെ വിളിച്ചിട്ട് പറയും ആ കാർ എങ്ങടേക്കാണ് പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ചെറിയാണെങ്കിൽ ആ ഒരു കാറ് പോയ ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ അവൻ ആ ഒരു ഫ്ലാറ്റ് കാണുകയും ചെയ്യും. അങ്ങനെ ഇവനാണെങ്കിൽ ആ ഒരു ഫ്ലാറ്റിലോട്ട് കയറുമ്പോൾ തന്നെ ഒരുപാട് പേര് വന്നിട്ട് ഇവനെ കൊല്ലാൻ നോക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഇവനാണെങ്കിൽ എല്ലാവരും ഇടിച്ചിടുന്നുണ്ടാകും. ഇടിച്ചിട്ടിട്ട് ഒരാളെ കെട്ടിയിടും. എന്നിട്ട് അവിടെയുള്ള ഫയൽസ് ഒക്കെ നോക്കുമ്പോൾ എന്താ നമ്മുടെ ചനുവിൻ്റെ ഫയലും ഉണ്ടാകും, അതുപോലെ തന്നെ ഇവൻ്റെ ഫയലും ഉണ്ടാകും, പിന്നെ ഇവൻ്റെ ഫാമിലിയുടെ ഫോട്ടോസൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം തന്നെ ദോഹാനാണെങ്കിൽ ഇവനെ വിളിച്ചിട്ട് പറയും അതെ നമ്മുടെ മിൻസ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല, അവളെന്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടോ, അവളുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവനിക്ക് ഇതുകൊണ്ടും കേൾക്കുമ്പോൾ വല്ലാതെ അങ്ങ് ഷോക്കായി പോകുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ചീഫോയ ആണെങ്കിൽ ആ ഒരു സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാകും. നമ്മുടെ ദോഹാൻ പറഞ്ഞിട്ടായിരിക്കും അവൾ എത്തിയിട്ടുണ്ടാവുക. എന്നിട്ട് ദോഹാനെ വിളിച്ചിട്ട് പറയും മേഡം ഇവിടെ എന്തൊക്കെ ഒപ്പിച്ച് ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും നീ ആ ടേബിളിലേക്ക് നോക്കിയേ നമ്മളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആരോ ലീക്ക് ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറയും കേട്ടോ.
കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നോക്കി നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ജിഹാനാണെങ്കിൽ അവൻ്റെ കെട്ടിയോടത്ത് പറയും, എടി ഞാൻ ഇന്ന് പണിയൊന്നും എടുക്കാതെ 500 രൂപ ഉണ്ടാക്കി, എന്തായാലും ഇന്ന് മിനിസൊക്കെ ട്യൂഷൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, യൂറ ചേച്ചിയുടെ ഈ ഒരു റിങ് കാണാൻ എന്ത് ഭംഗിയാണ്, എനിക്ക് ഇങ്ങനത്തെ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കൂട്ടോ. അപ്പോൾ അവൻ പറയും, നിനക്ക് റിങ് എന്തിനാ, ഞാൻ തന്നെ ഇല്ലേ, ഞാൻ തന്നെ ഒരു സംഭവമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവർ പറയും, എന്നാലും യൂറ ചേച്ചി എന്തായിരിക്കും കല്യാണത്തിൻ്റെ റിങ് ഇടാറുന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ യൂറയാണെങ്കിൽ നമ്മുടെ ആ ഒരു ചീഫോനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഒരു ഗണ്ണൊക്കെ ആയിട്ട് പോകണമായിരിക്കും കേട്ടോ. അങ്ങനെ ചീഫോയാണെങ്കിൽ മറ്റവനെ ആണെങ്കിൽ നല്ല രീതിക്ക് തല്ലിയിട്ട് പറയും, നിന്നെ ആരെ പറഞ്ഞു വിട്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ അവസാനം അവൻ പറയും, ഞാൻ പറയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ഇവളാണെങ്കിൽ മുഖമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു യൂറയാണെങ്കിൽ വിളിക്കുന്നുണ്ടാകും കേട്ടോ. യൂറ വിളിച്ചിട്ട് ചോദിക്കും, തേഗു എന്തേ, നീയല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് നീയാണെന്നുള്ളൊരു കാര്യം അവൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവളിങ്ങനെ പറയുന്നുണ്ടാകും, നീ എന്നാൽ ഇതൊന്നും നോക്കാൻ പറഞ്ഞിട്ട് ആ ഒരു മിൻസോടെ ഫോട്ടോ കാണും കേട്ടോ. എന്നിട്ട് അവളിങ്ങനെ പറയുന്നുണ്ടാകും, മിൻസോ ഇപ്പോൾ അൺഅവൈലബിൾ ആണ്, അവളുടെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഇവളാണെങ്കിൽ ആകെ പതറുന്നുണ്ടാകും. എന്നിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ മിൻസോനെ വിളിച്ചു നോക്കും, അതുപോലെ തന്നെ ഈ ഒരു തേഗുവിനെ വിളിച്ചു നോക്കുന്നുണ്ടാകും. ദോഹാനാണെങ്കിൽ ഈ മിൻസോനൊന്നും വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ. അങ്ങനെ ഇവനാണെങ്കിൽ ആ ഒരു സ്കൂളിലത്തെ CCTV നോക്കുമ്പോൾ എന്താ മിൻസോ തേഗുടൊപ്പം പോകുന്നത് അവൻ കാണുന്നുണ്ടാകും. എന്നിട്ട് അവനാണെങ്കിൽ ചെറിയെടുത്ത് ആ ഒരു ലൊക്കേഷനൊക്കെ ചോദിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് നമ്മുടെ യൂറയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ആ ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ എന്താ ദോഹാൻ ഹോൺ അടിക്കും. എന്നിട്ട് പറയും, നമുക്ക് ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞ് അവരൊരുമിച്ച് നമ്മുടെ മിൻസോനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ തേഗുവിനെയാണ്. തേഗു ആണെങ്കിൽ വണ്ടി ഓടിച്ചിരിക്കുകയാണ്, മിൻസോ നല്ല ഉറക്കമായിരിക്കും. എന്നിട്ട് നമ്മുടെ യൂറക്കാണെങ്കിൽ തേഗു ഒരു മെസ്സേജ് അയക്കുന്നുണ്ടാകും, ഞാൻ പറഞ്ഞ ആദ്യം ആ ഒരു പണി തീർക്ക്, എന്നിട്ട് നീ മിൻസോനെ കാണാൻ വന്നാൽ മതി എന്നൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഇവളാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇവൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ തന്നെ എന്താ ചെറിയാണെങ്കിൽ അവനെ വിളിച്ചിട്ട് ആ ഒരു മിൻസോടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. ആ ഒരു കാറ് പോണ ആ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാകും. അങ്ങനെ നമ്മുടെ മിൻസോ ആണെങ്കിൽ ഓർക്കത്തി എണീച്ചിട്ട് പറയും, അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് 2 പോകണം എന്നൊക്കെ പറഞ്ഞ് അവൾ ഒച്ചപ്പാടുണ്ടാക്കും. അപ്പോൾ അവൻ പറയും, നീ ഒന്ന് കൺട്രോൾ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, ഇല്ല ഞാൻ വേണമെങ്കിൽ ഇവിടെ കാര്യം സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ അവനാണെങ്കിൽ ഏതോ ഒരു പെട്രോൾ പമ്പിൽ വണ്ടി ഒതുക്കിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ മിൻസ് പറയുന്നുണ്ടാകും, ഇനിയിപ്പോൾ എനിക്ക് ആശ്വാസമായി, ഞാൻ എന്ത് വേണേലും ചെയ്യും, ഞാൻ എന്തോ വലിയ ആളായ പോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്, സോറിയിട്ട് അങ്കിളേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനാണെങ്കിൽ പുറത്ത് അവളെ കാത്ത് നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ യൂണിയൻ്റെ ഒരാളാണെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ തേഗുവിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അയാളാണെങ്കിൽ ആ ഒരു ഫോട്ടോസൊക്കെ നോക്കും. ഫോട്ടോസൊക്കെ നോക്കിയിട്ട് ഇയാളേലും മേടിലുള്ള ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും, യൂറേനെ പറ്റി ഇനി നോക്കണ്ട, 27 നോക്കണ്ട, 27 കൊച്ചൊക്കെ ഉണ്ട്, ഫാമിലി ആയിട്ട് അയാൾ ഒതുങ്ങി പോകണേണ്, ആ ഒരു ഒച്ചാനിയോനെ നോക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ മറ്റാൾ പറയുന്നുണ്ടാകും, എങ്ങനെയാണെങ്കിലും എത്രയും പെട്ടെന്ന് അവരൊക്കെ തീർത്താലാണ് എനിക്ക് കൊറിയയിലോട്ട് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരൻ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ യൂറേൻ ദോഹാനും ആണെങ്കിൽ ആ ഒരു പെട്രോൾ പമ്പിൽ വന്നിട്ട് നമ്മുടെ മിൻസോനെ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാനിവിടെ കണ്ടിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മറ്റവളിനെ ഇങ്ങനെ ചോദിക്കും, ഇവളുടെ കൂടെ വേറെ ആരെങ്കിലും വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ നമ്മുടെ ദോഹാനാണെങ്കിൽ ചെറിയെടുത്ത് ചോദിക്കും, ഇപ്പോൾ ലൊക്കേഷൻ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചെറിയ പറയും, ഇപ്പോൾ ലൊക്കേഷൻ കിട്ടി, പക്ഷേ ലൊക്കേഷൻ മാറിയാണല്ലോ പോണേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അത് വേറൊന്നുമല്ല, നമ്മുടെ മിൻസോ ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയുണ്ടാകും. അപ്പോൾ അവനിക്ക് അവസാനത്തെ ആ ഒരു തബക്കി ഇങ്ങനെ വാരി കൊടുക്കുമ്പോൾ അവന് കഴിക്കില്ല കേട്ടോ. അപ്പോൾ അവൻ കൈകൊണ്ട് തട്ടി മാറ്റുമ്പോൾ ഇവള് നല്ല കരച്ചിലായിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കാണുമ്പോൾ ഇവൻ അതെടുത്ത് കഴിക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ഇവർ അവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ പുറകെ തന്നെ നമ്മുടെ യൂറേൻ ദോഹാനും അവിടെ എത്തിയപ്പോൾ അവിടുത്തെ മുതലാളി ഇങ്ങനെ പറയുന്നുണ്ടാകും, ആ ഒരു നല്ല കൊച്ചല്ലായിരുന്നോ, ആ കൊച്ച് നല്ല കരച്ചിലായിരുന്നു, പിന്നെ കരച്ചിലൊക്കെ മാറി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും, ഒന്നുമില്ലാന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ മിൻസും അതുപോലെ തന്നെ ആ തേഗു ആണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ണടക്കി ഇടും. എന്നിട്ട് ഈ ഒരു ക്യാപ്പ് വെക്കാൻ പറയുമ്പോൾ അവനില്ലാന്ന് പറയുമ്പോൾ ഇവൾക്ക് അറിയാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അവനാണെങ്കിൽ അതിനൊക്കെ നിന്ന് കൊടുക്കും. അങ്ങനെ ഇവനെയും കൊണ്ടാണെങ്കിൽ നമ്മുടെ മിൻസോ ആണെങ്കിൽ 2-3 ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് നമ്മുടെ യൂറയും അതുപോലെ തന്നെ ദോഹാനും ആ ഒരു ഫോട്ടോ സെൻറ്ററിലോട്ട് വന്നിട്ട് ഇവർ അന്വേഷിച്ച് നിൽക്കുമ്പോൾ തന്നെ എന്താ ഇവരാണെങ്കിൽ അവരുടെ ഫോട്ടോ കണ്ടിട്ട് നമ്മുടെ യൂറക്കാണെങ്കിൽ വല്ലാതെ അങ്ങ് ടെൻഷനാകും. അപ്പം തന്നെ അച്ഛൻ വിളിച്ചിട്ടുണ്ടാകും. അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛൻ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് തേഗുവിന് മെസ്സേജ് അയക്കും, എൻ്റെ മോക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അതൊന്ന് ക്ഷമിച്ച് നിൽക്കില്ല എന്നിങ്ങനെ പറഞ്ഞ് നല്ല കട്ടക്കലിപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ
ആ ഒരു തേക്കൂടെ കൂടെ ഉള്ള ഒരാളാണെങ്കിൽ ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ തന്നെ എന്താ അങ്ങടേക്കാണെങ്കിൽ നമ്മുടെ ഒച്ചാനൻ വന്നിട്ട് അവനെ ഫോളോ ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ഓടിച്ചിട്ട് അവനെ പിടിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ തേഗും മിൻസോം കൂടി ആണെങ്കിൽ വേറൊരു ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീട്ടിലേക്ക് വരുന്നുണ്ടാകും. അപ്പം മിൻസ് ചോദിക്കും ഇതാണ് അങ്കിളുടെ വീടെന്നൊക്കെ പറയുമ്പോൾ അവൻ അതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് പിയാനോ വായിക്കലും പാട്ട് പാടലും എന്തൊക്കെയാണ് ഭയങ്കര ഒച്ചപ്പാടൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം ഇവനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ദേഷ്യം വന്നിട്ട് പറയും നിനക്ക് ഇങ്ങനെ മിണ്ടാതെ നിന്ന് കളിച്ചൂടെ എന്നും പറഞ്ഞ് ആ സാധനം മാറ്റിയിട്ട് പോകാൻ വേണ്ടി പോകുമ്പോൾ മിൻസ് വിടൂല. മിൻസ് പറയും ബാ നമുക്ക് കളിക്കാം അങ്ങളെ, നമുക്ക് ഒരുമിച്ച് കളിക്കാം അങ്ങളെ എന്നും പറഞ്ഞ് അവനവിടെ നിർത്തിയിട്ട് ഇവളാണെങ്കിലും ബോളൊക്കെ എറിയുന്നുണ്ടെങ്കിലും അവനൊന്നും പിടിക്കില്ല കേട്ടോ. അങ്ങനെ മറ്റേ ആ ഒരു കരാട്ടയുടെ ഒരു സാധനം എടുത്തിട്ട് ഇവൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവൻ്റെ മേത്ത് കൊള്ളും. എന്നിട്ട് പറയും അയ്യോ അങ്കിളിന് വേദന എടുത്തോ സോറി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് മിൻസ് പറയും അങ്കിൾ എന്നെ ഇടിക്കാൻ പഠിപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയൊന്നും പഠിപ്പിച്ചിട്ടില്ല, എനിക്ക് ബൊസൊക്കിനെ ഇങ്ങനെ സംരക്ഷിക്കണം അതിനാണെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും നീ ആദ്യം നിന്നെ സംരക്ഷിക്കുക എന്നിട്ടല്ലേ അവനൊക്കെ ഒരു ആണല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ബൊസക്ക് പാവോ, ബൊസക്കിനെ ഞാൻ സംരക്ഷിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും എൻ്റെ കയ്യിലോട്ട് ഇടിക്കാൻ പറയുമ്പോൾ ഇവളാണെങ്കിൽ നല്ല ശക്തിയായിട്ട് ഇടിച്ചിട്ട് പറയും എൻ്റെ ഇപ്പം ഞാൻ സ്ട്രോങ് ആണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം ഇങ്ങനെ ഇടിക്കുന്നത് കാണുമ്പോൾ ഇവനിക്കാണെങ്കിൽ പഴയ ഒരു മൊമെൻറ്റ് ഫീൽ ചെയ്യും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവനിക്കും ഒരു കൊച്ചുണ്ടായിരിക്കും. ആ ഒരു കൊച്ചും ഇതേപോലെ അവനിങ്ങനെ താലോലിക്കുന്നതൊക്കെ അവനിങ്ങനെ ഓർമ്മ വന്നിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോൾ മിൻസ് പറയും ഞാനപ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് അല്ലേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാനും യൂറയും ആണെങ്കിൽ അങ്ങനെ ആ ഒരു മിൻസോടെ വീടിൻ്റെ അടുത്തുള്ള ആ ഒരു സ്ഥലമില്ലേ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാകും. മറ്റേ ദോഹാൻ പറയും നീ ആ വഴി പോ ഞാൻ ഈ വഴി വരാമെന്നൊക്കെ പറയുന്നുണ്ടാകും. അങ്ങനെ നമ്മുടെ ആ ഒരു മിൻസോയും അതേപോലെ തന്നെ ആ ഒരു തേഗുവാണെങ്കിൽ ഇങ്ങനെ ഫയറിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണമായിരിക്കും. അപ്പോൾ അവൾ പറയും എന്താ എൻ്റെ അമ്മക്ക് ചേട്ടന് എത്ര ദേഷ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്കറിയില്ല എന്തെങ്കിലും പണ്ടത്തെ കാര്യമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും എന്തേ എൻ്റെ അമ്മേനെ എപ്പോഴും ചേട്ടൻ ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യുമായിരുന്നാ, അതൊക്കെയാണെങ്കിൽ അമ്മയോടത്ത് ക്ഷമ ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഇവനിക്ക് മനസ്സിലാകും അവളുടെ അച്ഛനെയും അമ്മേനെയും കൊന്നത് അവൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും എന്നുള്ളൊരു വിശ്വാസം അവനിക്ക് ഉണ്ടാകും. അവൻ ശരിക്കും പറഞ്ഞാൽ അവൾ അന്ന് കണ്ടെങ്കിലും അവളുടെ പുറകെ ഒന്നും പോയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പം മിൻസ് പറയും എന്തായാലും ക്ഷമ ചോദിച്ചാൽ മതി, അമ്മ എന്തായാലും ചേട്ടനെ ക്ഷമിച്ച് തരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് നിന്നിട്ട് മിൻസ് പറയും എനിക്ക് വിശക്കണം, എനിക്ക് ഫ്രൈഡ് ചിക്കൻ മേടിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ എണീച്ച് പോയിട്ട് പറയും നീ മിണ്ടാതെ ഇവിടെ ഇരിക്കണം ഞാൻ പോയി മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മിൻസ് പറയും അങ്കിള് സൂപ്പറാണ്, അങ്കിള് ഹാൻഡ്സമാണ്, അങ്കിള് കൊള്ളാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനെ സോപ്പിടുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ യൂറയാണെങ്കിൽ ആ ഒരു വീട്ടിലേക്കൊക്കെ വന്ന് നോക്കുമ്പോൾ മിൻസോടെ ബാഗ് കണ്ടിട്ട് അവൾ ബാഗ് എടുത്ത് നിൽക്കുമ്പോൾ തന്നെ എന്താ നമ്മുടെ മിൻസോനെ കണ്ടിട്ട് മിൻസോ അടുത്തോട്ട് വരുന്നുണ്ടാകും. അപ്പം മിൻസ് ചോദിക്കും അമ്മ അങ്കിളിനെ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അമ്മ പറയും നമുക്ക് ഇവിടുന്ന് പോവാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മിൻസോനെ കൊണ്ട് പോകുന്നുണ്ടാകും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ അവനാണെങ്കിൽ നമ്മുടെ ആ ഒരു മിൻസോക്കുള്ള സ്നാക്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ യൂറയാണെങ്കിൽ ഓൾറെഡി ദോഹാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ നോക്കുമ്പോൾ ഇവർ പോകുന്ന കണ്ടിട്ട് നമ്മുടെ ദോഹം പുറകെ ഉണ്ടാകും. ഇവനാണെങ്കിൽ ഒറ്റയിടി വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ ഒറ്റയിടി വെച്ചിട്ട് കൊടുത്തിട്ട് പറയും നിൻ്റെ മനസ്സിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല, എന്താ പ്ലാനൊന്നും എനിക്കറിയില്ല, എനിക്കൊരു കാര്യം പറയാനുള്ളൂ, എൻ്റെ ഫാമിലീനെ നീ ഉപദ്രവിക്കാൻ നിൽക്കരുത്, അവരെ ഫോളോ ചെയ്യാൻ പോലും നിൽക്കരുത്, നിന്ന് ഞാൻ നിൻ്റെ അവസാനം അടിക്കുന്നൊക്കെ പറഞ്ഞ് അവൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവനിങ്ങനെ പറയും 27 നിൻ്റെ ഫാമിലി ഉള്ളതല്ലേ അത് നിനക്ക് അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും അതൊക്കെ എനിക്കറിയാം 19 നീ 19 ജോ തേഗു അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും കേട്ടോ. അത് മാത്രമല്ല നീ ഇതൊക്കെ ചെയ്യുന്നത് യൂണിയന് വേണ്ടിയിട്ടല്ലേ, ആ യൂണിയൻ്റെ ആൾക്കാർ നിന്നെ കൊല്ലാൻ നടക്കണേന്നും പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ പറയും നീ എന്തിനാ അത് എന്നോട് പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും ഞാൻ നീ ഒരു പൊട്ടനാന്ന് ഓർത്തു, അതുകൊണ്ടാണ് നിന്റെ കയ്യിലുള്ള ചാൻസ് നീ അത് അവസാനമായിട്ട് എങ്ങനെയെങ്കിലും ഉപയോഗിക്കാൻ പറഞ്ഞ് അവൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ചീഫോനെയാണ്. ചീഫോൻ മറ്റവനാണെങ്കിൽ ഇങ്ങനെ തടങ്കലാക്കി നിൽക്കണായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഹിഡൻ ഫോൺ എന്തായെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയില്ല. അങ്ങനെ കറക്റ്റ് 9 മണിയാകുമ്പോൾ ആ ഫോണിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ റിങ് അടിക്കുന്ന കണ്ടിട്ട് ഇവളാണെങ്കിൽ ഫോൺ എടുക്കുമ്പോൾ അപ്പുറത്ത് നാളെ പറയുന്നുണ്ടാകും ഇതാരത് യൂറയാണോ അതോ ഒച്ചാനുവനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും ഒച്ചാനുവനാന്ന് പറയും കേട്ടോ. അപ്പോൾ അവൾ പറയും നമുക്ക് എന്തായാലും നേരിട്ട് കാണണമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ദോഹാനെയും യൂറേനെയാണ്. അവരങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പഴയ സീനൊക്കെ കാണിക്കും കേട്ടോ. ഇവരങ്ങനെ റിലേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് തായ്ലാൻഡിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങാൻ പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ടാകും. അങ്ങനെ നമ്മുടെ ആ ഒരു മിൻസോനെ ആണെങ്കിൽ ജിഹാൻ്റെ അടുത്തോട്ടാക്കിയിട്ട് ഇവനാണെങ്കിൽ വീട്ടിലേക്ക് വരും. അങ്ങനെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഇവർക്ക് എന്തോ ഒരു സംശയം പോലെ തോന്നും, ആരൊക്കെയോ ഉള്ള പോലെ തോന്നും. അങ്ങനെ ഇവരാണെങ്കിൽ അകത്തോട്ട് കയറുമ്പോൾ എന്താ അവിടെ ആണെങ്കിൽ ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ ഉണ്ടാകും കേട്ടോ. അങ്ങനെ ഇവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടാകും. അപ്പം ഇതോടെയാണ് എപ്പിസോഡ് 10 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.